രാവിലെ ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ടൗണിലുള്ള തോമസേട്ടനെ കണ്ട് കുറച്ച് പണം ചോദിച്ചിരുന്നു മിത്ര. അയാൾ അവളെ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ട് അവൾ നെറ്റി ചുളിച്ചു. "എന്താ ചേട്ടാ?" അവൾ സംശയത്തോടെ ചോദിച്ചു. അയാളൊന്ന് പുഞ്ചിരിച്ചു. "ഒന്നുമില്ല കുഞ്ഞെ, പണം ഇപ്പോൾ കയ്യിലിരിപ്പില്ല. ഞാൻ വൈകുന്നേരം ആരെങ്കിലും വിട്ട് വീട്ടിലേക്ക് എത്തിക്കാം." അയാൾ പുഞ്ചിരിയോടെ പറയുമ്പോഴും അവളുടെ കണ്ണുകൾ അയാൾ എണ്ണുന്ന പണത്തിലായിരുന്നു. "അയ്യോ മോളെ, ഇത് ഒരാൾക്ക് കൊടുക്കാനുള്ളതാ. അല്ലെങ്കിൽ മോൾക്ക് തരുന്നതിൽ എനിക്കെന്നാ കുഴപ്പം?" അയാൾ ചോദിച്ചപ്പോൾ അവളൊന്ന് തലകുലുക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. അയാൾ ഫോണിൽ ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്ത് കോൾ അപ്പുറം കണക്റ്റായി എന്ന് കണ്ടതും ഫോൺ ടേബിളിലേക്ക് തന്നെ വെച്ചു. "ഗോവിന്ദൻ സാറിന് എങ്ങനെയുണ്ട്?" പിന്നിൽ നിന്നും അയാൾ ചോദിച്ചതും അവൾ അത്ഭുതത്തോടെ അയാളെ തിരിഞ്ഞു നോക്കി. "മോളെ ആദ്യം കണ്ടപ്പോഴേ ഒരു സംശയം തോന്നിയിരുന്നു. സാറിൻ്റെ മകൾ തന്നെയല്ലേ?" അയാൾ ചോദിച്ചപ്പോൾ അവൾ അതേയെന്ന് തലകുലുക്കി. വ്യത്യാസമൊന്നുമില്ല. ചികിത്സിക്കാൻ പണമില്ല, അതാ ഞാൻ." അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ അലിവോടെ അവളെ നോക്കി. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവൾ അവളുടെ കഴുത്തിലെ നേർത്ത നൂലുപോലുള്ള ചെയിനൂരി അയാൾക്ക് നേരെ നീട്ടി. അയാൾ സംശയത്തോടെ അവളെ നോക്കി. "അച്ഛയുടെ മരുന്ന് ഇന്നോട് തീരും. മരുന്ന് നിർത്താൻ പറ്റില്ല. എൻ്റെ കയ്യിൽ പൈസ ഇരിപ്പില്ല. ഇതൊന്ന് വാങ്ങി കുറച്ച് പൈസ തരുമോ? ബാക്കി വൈകുന്നേരം തന്നാൽ മതി." കണ്ണ് നിറച്ചുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ അയാൾ അത് കൈനീട്ടി വാങ്ങി അവളുടെ കയ്യിലേക്ക് 5000 രൂപ വെച്ചു കൊടുത്തു. "ഇപ്പോൾ ഇതേ ഉള്ളൂട്ടോ." അയാൾ പറഞ്ഞപ്പോൾ അവൾ ഒരു പുഞ്ചിരിയോടെ അത് വാങ്ങി തിരിഞ്ഞു നടന്നു. തോമസ് ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ടേബിളിലിരിക്കുന്ന ഫോൺ ചെവിയിലേക്ക് വെച്ചു. "ശിവ," അയാൾ വിളിച്ചു. "തോമസിച്ചായ, ഞാൻ വരാം അങ്ങോട്ട്." ഇടറുന്ന സ്വരത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ കോള് കട്ടാക്കി. അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ബുള്ളറ്റ് അയാളുടെ ഷോപ്പിൻ്റെ മുന്നിൽ വന്ന് നിന്നു. അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. അവൻ ഒന്നും മിണ്ടാതെ അയാൾക്കടുത്തുള്ള ചെയറിൽ വന്നിരുന്നു. "പണം ഉണ്ടായിരുന്നു ശിവ എൻ്റെ അടുത്ത്. പക്ഷേ നിൻ്റെ പെണ്ണിങ്ങനൊരു അവസ്ഥയിൽ നിന്നോട് പറയാതെ ഞാനെന്തെങ്കിലും ചെയ്താൽ നിനക്ക് ദേഷ്യമായാലോന്ന് കരുതി." അയാൾ പറഞ്ഞു. അവനൊന്ന് മൂളി. പോക്കറ്റിൽ നിന്നും 5000 രൂപ എടുത്ത് അവൻ ടേബിളിലേക്ക് വെച്ചു. അയാൾ അവനെ സംശയത്തോടെ നോക്കി. "ആ ചെയിൻ എനിക്ക് വേണം," അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അയാൾ തലകുലുക്കിക്കൊണ്ട് ഷെൽഫ് തുറന്ന് ആ ചെയിൻ അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. "ശിവ, ആ കുട്ടിക്ക് ഒരുപാട് പണത്തിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ എന്നാ ചെയ്യേണ്ടത്?" തോമസ് ചോദിച്ചു. ശിവ അയാളെ തിരിഞ്ഞു നോക്കി. "ഞാൻ കൊടുത്തോളാം." പുഞ്ചിരിയോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടക്കുമ്പോഴും അത്രയും പണം അവൻ്റെ കയ്യിൽ ഉണ്ടാവുമോ എന്ന് അയാൾ ആലോചനയാൽ നിന്നുപോയി. വൈകുന്നേരം ഒരു ചെറുപ്പക്കാരൻ വന്ന് അവളുടെ കയ്യിൽ 20,000 രൂപ വെച്ചു കൊടുത്തു. അവൾ അയാളെ സംശയത്തോടെ നോക്കി. "തോമസിച്ചായൻ തന്നുവിട്ടതാ." അത്രയും പറഞ്ഞുകൊണ്ട് ആ പയ്യൻ തിരിഞ്ഞു നടന്നു. അവൾ ആ പണത്തിലേക്ക് തന്നെ നോക്കി നിന്നു. കണ്ണിൽ കണ്ണുനീർ ഉരുണ്ടുകൂടി. ഒരു വളവിനപ്പുറം ആ പയ്യനെ കാത്ത് ശിവ നിൽക്കുന്നുണ്ടായിരുന്നു. "എന്തായടാ?" അവൻ ആ പയ്യനോട് ചോദിച്ചു. "കൊടുത്തണ്ണ," അവൻ പറഞ്ഞു. ശിവ ഒന്ന് പുഞ്ചിരിച്ചു. പിന്നീടങ്ങോട്ട് ഗോവിന്ദൻ്റെ ചികിത്സയും അവളുടെ ജോലിയുമായി മാസങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ ഒരിക്കൽ അവൾ തോമസിന് പലിശ കൊടുക്കാൻ അങ്ങോട്ട് പോയിരുന്നു. പക്ഷേ അയാൾ പണം വാങ്ങിയില്ല. താൻ പണം ആരുടെ കയ്യിലും കൊടുത്തു വിട്ടിട്ടില്ല എന്ന അയാളുടെ മറുപടിയിൽ അവൾ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. പിന്നെ ആരായിരിക്കും അവളെ സഹായിക്കുന്നത്? അവൾക്ക് അറിയുമായിരുന്നില്ല. പിന്നെയും പലതവണ ആ പയ്യൻ ആ വീട് കയറി വന്നു. അവൾ ആ പണം സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിലും അവളുടെ വിലക്കിനെ മറികടന്ന് അവളുടെ മുന്നിൽ വെച്ച് അവൻ ആ പണം സിറ്റൗട്ടിൽ വെച്ച് തിരികെ പോയി. അതവൻ ഇനി വരുമ്പോൾ തിരികെ നൽകണമെന്ന് കരുതി അവൾ എടുത്തു വെക്കുമെങ്കിലും ഗോവിന്ദൻ്റെ ചികിത്സയ്ക്കായി അവൾ ആ പണം ബുദ്ധിമുട്ടിയപ്പോൾ എടുത്തിരുന്നു. ഇതിനിടയിൽ ഫിസിയോതെറാപ്പിയും മറ്റുമായി ഗോവിന്ദൻ പഴയ ജീവിതത്തിലേക്ക് തിരികെ വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ സംസാരശേഷി വീണ്ടെടുക്കാനുള്ള ചികിത്സയിലാണ്. ജീവിതത്തിൽ വീണ്ടും പ്രതീക്ഷകൾ പൂവിട്ടു തുടങ്ങിയിരുന്നു മിത്രയിൽ. ഇതിനിടയിൽ ഇടയ്ക്കെല്ലാം ജോലിക്ക് പോകുമ്പോഴും വഴിയിലും വീടിൻ്റെ കുറച്ചു മാറിയെല്ലാം അവൾ ശിവയെ കാണാറുണ്ടായിരുന്നു. പരസ്പരം സംസാരിക്കാതെ മൗനത്താൽ അവർ പ്രണയിച്ചുകൊണ്ടിരുന്നു. ഗോവിന്ദൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതറിഞ്ഞ് ഗിരീഷിലും ഗോപനിലും ദിനേശനിലും ദേഷ്യം നിറയാൻ തുടങ്ങിയിരുന്നു. കൈയടക്കി വെച്ചതെല്ലാം നഷ്ടപ്പെടുമോ എന്ന ഭയം. ഒരു ദിവസം രാത്രിയിൽ അവർ കള്ളു കുടിച്ച് ആ വീട്ടിലേക്ക് കയറി വന്നു. അവളെയും ഗോവിന്ദനെയും വായി തോന്നിയതെല്ലാം പറഞ്ഞുകൊണ്ട് ദിനേശൻ ഗോവിന്ദനെ ആക്രമിക്കാൻ ശ്രമിച്ചു. അടുക്കളയിലിരുന്ന വെട്ടുകത്തി എടുത്തുകൊണ്ട് മിത്രയ്ക്കുള്ളിലെ സ്ത്രീ അന്ന് അയാൾക്ക് മുന്നിൽ ദേഷ്യത്താൽ ഉറഞ്ഞു തുള്ളി. അവളുടെ ആ ഭാവത്തിൽ ഭയന്നുകൊണ്ട് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന ഭീഷണിയോടെ അവർ നടന്നു നീങ്ങി. മിത്രയുടെ ചുണ്ടിൽ അപ്പോൾ ആദ്യമായി അവർക്കു മുന്നിൽ താൻ വിജയിച്ചതിൻ്റെ പുഞ്ചിരിയുണ്ടായിരുന്നു. തിരികെയുള്ള യാത്രയിൽ അവളുടെ വീടിൻ്റെ ചുമരിൽ ചാരി നിന്നിരുന്ന ശിവയെ ആരും കണ്ടിരുന്നില്ല. അവൻ ഫോണിൽ വിശ്വയെ വിളിച്ചു. "മുഖം കാണണ്ട, അതിനുള്ള സമയം ആയിട്ടില്ല. നല്ലോണം പെരുമാറിയേക്ക്.
1 മാസമെങ്കിലും വീട്ടിൽ കിടക്കണം. ശിവ ഫോണിലൂടെ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കോള് കട്ടാക്കി. അന്ന് രാത്രിയിലും അവൾക്ക് കാവലായി അവളുടെ ജനലോരം അവനുണ്ടായിരുന്നു, ശ്രീമിത്രയുടെ മാത്രം ദത്തേട്ടൻ. ഗിരീഷിനെയും ഗോപനെയും ദിനേശനെയും ആരൊക്കെയോ ചേർന്ന് തല്ലിച്ചതച്ചത് അവൾ അറിഞ്ഞിരുന്നു. അവൾക്കത് കേട്ടപ്പോൾ സന്തോഷമാണ് തോന്നിയത്. വീണ്ടും ചികിത്സയുടെ നാളുകൾ. 1.5 വർഷങ്ങൾക്ക് ശേഷം ഗോവിന്ദൻ പൂർണ്ണമായും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിരുന്നു. അയാളുടെ സംസാരശേഷി ചെറുതായി ശരിയാകാൻ തുടങ്ങിയിരുന്നു. ചെറുപ്രായത്തിൽ തൻ്റെ മകളുടെ കഷ്ടപ്പാട് കണ്ട് ആ പിതാവിൻ്റെ ഉള്ളം നൊന്തു. പക്ഷേ മിത്ര തൻ്റെ അച്ഛയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു. ഇതിനിടയിൽ അയാൾ അയാളെക്കൊണ്ട് പറ്റുന്നത് പോലെ കുഴഞ്ഞ ശബ്ദത്തിൽ അവളോട് അന്ന് നടന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അന്ന് ഗോവിന്ദൻ ഗണേഷിനെയും ഗിരീഷിനെയും ഗോപനെയും ഗോപികയെയും വിളിപ്പിച്ചത് മിത്രയുടെയും ശിവയുടെയും വിവാഹക്കാര്യം പറയാനായിരുന്നു. തനിക്കും ശിവയ്ക്കും ഇടയിൽപ്പെട്ട് തൻ്റെ മകൾ ഒത്തിരി സങ്കടപ്പെടുന്നുണ്ടെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. എല്ലാവരോടും കാര്യം പറഞ്ഞപ്പോൾ ഗോപിക ഒഴികെ ബാക്കി എല്ലാവരും അയാളോട് എതിർപ്പ് അറിയിച്ചു. അയാളെ ഒരുപാട് കുറ്റപ്പെടുത്തി. അയാളുടെ വളർത്തുഗുണം കൊണ്ടാണ് മകൾ ഇങ്ങനൊരു ഗുണ്ടയെ സ്നേഹിച്ചതെന്നെല്ലാം അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവരുടെ സംസാരം കേട്ടപ്പോൾ അയാൾക്ക് വേദന തോന്നി. എങ്കിലും ആരൊക്കെ എതിർത്താലും മിത്രയുടെയും ശിവയുടെയും കല്യാണം അദ്ദേഹം നടത്തുമെന്ന് ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞിരുന്നു. ശിവ നല്ലവനാണ്, എൻ്റെ മകളെ അവൻ പൊന്നുപോലെ നോക്കും. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ റൂമിലേക്ക് നടന്നു. ഇത്രയും ദിവസത്തെ ടെൻഷനും BP-യുടെ ടാബ്ലറ്റ് കഴിക്കാഞ്ഞതും അതിൻ്റെ ഇടയിൽ അനിയന്മാരുടെ കുറ്റപ്പെടുത്തലുകളും എല്ലാം കാരണം അദ്ദേഹം റൂമിലേക്ക് എത്തും മുന്നേ തന്നെ വീണുപോയി. ആ അവസ്ഥയിൽ ആരെയൊക്കെയോ ഉപദ്രവിച്ചിരുന്നു താൻ. അയാൾ അവളോട് അയാളുടെ വ്യക്തമല്ലാത്ത ഭാഷയിൽ പറഞ്ഞു. എല്ലാം അറിഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എല്ലാവരും ചേർന്ന് തന്നെ ആദ്യം മുതലേ ചതിക്കുകയായിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. അച്ഛയ്ക്ക് ദത്തേട്ടന് ഇഷ്ടമല്ലെന്നാണ് എല്ലാവരും എന്നോട് പറഞ്ഞത്. അവൾ നിശ്വസിച്ചു. ഗോപിക ഒരു പാവമാണ്. ഏട്ടന്മാരെ പേടിച്ചിട്ടാവും അവർ ഒന്നും പറയാഞ്ഞതെന്ന് മിത്രയ്ക്ക് തോന്നി. അച്ഛന് ശിവയെ ഇഷ്ടമാണെന്നത് അവളിൽ സന്തോഷം നിറച്ചെങ്കിലും അപ്പോഴും ചെറിയച്ഛന്മാർ അവളിൽ ഒരു ഭയമായി തന്നെ നിലനിന്നു. അന്ന് ഒരു ഞായറാഴ്ചയായിരുന്നു. മിത്ര മുറ്റത്തെ കല്ലിൽ തുണികൾ അലക്കുകയാണ്. ആരോ തന്നെ നോക്കി നിൽക്കുന്നു എന്ന് തോന്നിയപ്പോഴാണ് അവൾ വീടിൻ്റെ മുന്നിലേക്ക് നോക്കിയത്. തന്നെ നോക്കി നിൽക്കുന്ന ശിവയെ കണ്ട് അവൾ ഞെട്ടി. അവളെ അങ്ങനെ കണ്ട അവൻ്റെ കണ്ണുകളിലെ ഭാവം വ്യക്തമല്ല. പക്ഷേ ആ കണ്ണുകൾ കലങ്ങിയതുപോലെ. ആദ്യത്തെ പകപ്പ് മാറിയതും മിത്ര പെട്ടെന്ന് നിറഞ്ഞ കണ്ണുകൾ അമർത്തി ചിമ്മി തുറന്നുകൊണ്ട് കൈകൾ കഴുകി അവൻ്റെ അടുത്തേക്ക് നടന്നു. അവൾ മുന്നിൽ വന്നു നിന്നതും അവൻ പുച്ഛത്തോടെ അവളെ നോക്കി. അവളും അവനെ ഗൗരവത്തോടെ നോക്കി. എന്ത് വേണം? നിങ്ങളെന്താ എൻ്റെ വീട്ടിൽ? പുറത്തു പോകണം. അവൾ ദേഷ്യത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു. അവനൊന്ന് ചുണ്ടുകൂട്ടി. നിന്നെ കണ്ട് ബന്ധം പുതുക്കാൻ വന്നതല്ല ഞാൻ, എനിക്കല്പം സംസാരിക്കാനുണ്ട്, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും അകത്തു നിന്നും ഗോവിന്ദൻ പതിയെ നടന്ന് ഇറങ്ങി വന്നു. മുന്നിൽ നിൽക്കുന്ന ശിവയെ കണ്ടതും അയാളുടെ മുഖം വിടർന്നു. അവൻ്റെ കണ്ണുകളും വിടർന്നിരുന്നെങ്കിലും അവൻ പെട്ടെന്ന് അയാളിൽ നിന്നും മുഖം തിരിച്ച് മിത്രയെ ഗൗരവത്തോടെ നോക്കി. അവൾ എന്താ എന്ന പോലെ അവനെ സംശയത്തോടെ നോക്കുന്നുണ്ട്. എനിക്ക് തരാനുള്ള പണം നീ എപ്പോൾ തരും? അവൻ ഗൗരവത്തോടെ അവളോട് പറഞ്ഞപ്പോൾ അവൾ മനസ്സിലാവാതെ അവനെ മിഴിച്ചു നോക്കി. പണോ? ഏത് പണം? നിങ്ങൾക്ക് ഞാൻ പണമൊന്നും തരാനില്ലല്ലോ. അവൾ നെറ്റി ചുളിച്ചു. ഓ അങ്ങനെയാണോ? അവൻ അവളെ പുച്ഛിച്ചു. എടാ ചക്ക, ഇങ്ങോട്ട് വന്നേ. ശിവ റോഡിലേക്ക് നോക്കി ആരെയോ വിളിച്ചു. മിത്രയുടെ നോട്ടവും അങ്ങോട്ട് പോയി. മുന്നോട്ട് നടന്നു വരുന്ന ചെറുപ്പക്കാരനെ കണ്ടതും അവളിൽ പകപ്പ് നിറഞ്ഞു. ഒപ്പം അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞൊഴുകി. അവൾക്ക് പണം കൊണ്ടുവന്ന് കൊടുക്കുന്ന പയ്യനായിരുന്നു അത്. ശിവ അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിലേക്ക് അല്പനേരം നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞതും അവൻ അസ്വസ്ഥതയോടെ അവളിൽ നിന്നും മുഖം തിരിച്ചു. കണ്ണുടയ്ക്ക്, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അവൾ പെട്ടെന്ന് കണ്ണു തുടച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി. ഇപ്പം മനസ്സിലായില്ലേ ഞാൻ ഏത് പണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞതെന്ന്? ഇവൻ നിനക്ക് കൊണ്ടുവന്ന് തന്ന പണമല്ല, ഞാൻ ഇവനെ ഏൽപ്പിച്ചതാ. അവൻ നെഞ്ചിൽ കൈകെട്ടി നിന്നുകൊണ്ട് അവളോട് പറഞ്ഞു. എനിക്കറിയില്ലായിരുന്നു. അവളുടെ തല താഴ്ന്നു. അത് പ്രശ്നമില്ല, എൻ്റെ പണം എപ്പോൾ തരും? 1.5 വർഷമായില്ലേ, പലിശയും മുതലും എല്ലാം ചേർത്ത് 15 ലക്ഷം ആയിട്ടുണ്ട്. എന്നത്തേക്ക് തരാൻ പറ്റും? അവൻ കൂസലില്ലാതെ പറഞ്ഞപ്പോൾ അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവൻ കൈകൾ ഉയർത്തി അവളെ തടഞ്ഞു. ശിവദത്തൻ, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. മോനെ ശിവ. ഗോവിന്ദൻ അയാളുടെ വ്യക്തമല്ലാത്ത സംസാര രീതിയിൽ അവനെ വിളിച്ചു. അയാളുടെ ശബ്ദം നേരെ തിരിച്ചു കിട്ടിയിട്ടില്ല. അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. അത്രയും പണമൊന്നും എടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഇല്ല മോനെ. അയാളുടെ തല താഴ്ന്നു. അവൻ വെപ്രാളത്തോടെ അയാളെ നോക്കി. വല്ലാതെ ടെൻഷൻ അടിക്കാൻ പാടില്ലാത്ത മനുഷ്യനാണ്. അവനൊന്ന് നിശ്വസിച്ചു. ശരി, എനിക്ക് പണം വേണ്ട, അവൻ പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും അവനെ സംശയത്തോടെ നോക്കി. അവൻ അവളെ നോക്കിയൊന്ന് മീശ പിരിച്ചു. അവൾ വെപ്രാളത്തോടെ അവനിൽ നിന്നും നോട്ടം മാറ്റി.
ആ പണത്തിന് പകരം എനിക്ക് വേറൊരു സാധനം വേണം. അവൻ പറഞ്ഞപ്പോൾ അവർ രണ്ടാളും എന്താണെന്ന പോലെ അവനെ ഉറ്റുനോക്കി. പറയാം, സമയാവുമ്പോൾ പറയാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ മിത്രയെ ഒന്നുകൂടി ഒന്ന് നോക്കി തിരികെ നടന്നു. അവൻ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്നറിയാതെ മിത്ര അവൻ പോകുന്നതും നോക്കി നിന്നു. വീണ്ടും മാസങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ ശിവ പലപ്പോഴും വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ആരോടും ഒന്നും സംസാരിക്കാറില്ലെങ്കിലും അവർക്കുള്ള പണം അവിടെ വെച്ചിട്ടേ അവൻ പോവാറുള്ളൂ. 2 ദിവസം ശിവ നാട്ടിലുണ്ടായിരുന്നില്ല. തിരികെ വന്ന് അവളെ കാണാനുള്ള കൊതി കൊണ്ട് അവൻ നേരെ പോയത് അവളുടെ ടെക്സ്റ്റൈൽസിനടുത്തേക്കാണ്. പക്ഷേ അന്ന് അവളുടെ പുറകെ നടന്നു വരുന്ന മൈക്കിളിനെ കണ്ട് അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അവൻ അവളോട് എന്തോ സംസാരിക്കുന്നുണ്ട്. അവൾ അയാളെ ശ്രദ്ധിക്കുന്നില്ല. മൈക്കിൾ മിത്രയെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ കയറിപ്പിടിച്ചു. അവൾ ദേഷ്യത്തോടെ അവളുടെ കൈകളെ അയാളിൽ നിന്നും വലിച്ചെടുത്ത് മൈക്കിളിൻ്റെ കവിളിൽ വീശിയടിച്ചു. അയാൾ അത് ഒരു ലഹരി പോലെ കണ്ണടച്ച് സ്വീകരിച്ചു. പക്ഷേ മിത്ര അവിടെ നിന്നും ബസ് കയറിപ്പോകുന്നത് കണ്ട ശിവയുടെ രക്തം തിളച്ചു. കുതിച്ചുയരുന്ന ദേഷ്യത്തെ അടക്കാനാവാതെ അവൻ അയാളെ മതിയാകുവോളം തല്ലിച്ചതച്ചു. അവളെ പിടിച്ച അവൻ്റെ കൈകൾ പിടിച്ചു മടക്കി ഒടിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ രക്തവർണ്ണമായിരുന്നു. ഒരിക്കൽ മിത്രയുടെ വീട്ടിലേക്ക് പോവാനൊരുങ്ങുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ സംസാരം ശിവ കേട്ടു. അവനത് ചെവിയോർത്തു. അവർ പറഞ്ഞ വാക്കുകൾ കേട്ട അവൻ്റെ കണ്ണിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി. മൈക്കിൾ, അവൻ തൻ്റെ മിത്രയെ കല്യാണം ആലോചിച്ച് വീട്ടിൽ വന്നിരുന്നുവെന്ന്. അവൻ്റെ പല്ലുകൾ ദേഷ്യത്താൽ മുറുകി. അപ്പോൾ അവൻ്റെ വീട്ടിലിരിക്കുന്ന പെണ്ണിനെ അവൻ എന്ത് ചെയ്യാനാണോ? കള്ള മോൻ, നിനക്ക് തരാനല്ലേ ശിവ എൻ്റെ പെണ്ണിനെ ഇങ്ങനെ നോക്കുന്നത്? അവനിൽ പുച്ഛം കലർന്നു. അന്ന് മിത്രയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവളും ഉണ്ടായിരുന്നു അവിടെ. അവനെ കണ്ടതും ഗോവിന്ദനൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ തന്ന പണത്തിന് പകരമായി എനിക്കൊരു സാധനം വേണമെന്ന് പറഞ്ഞില്ലേ, അത് 2 ദിവസത്തിനുള്ളിൽ എനിക്ക് കിട്ടണം, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. എന്ത് സാധനം? മിത്ര ഏറിയ നെഞ്ചിടിപ്പോടെ അവനോട് ചോദിച്ചു. അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഗോവിന്ദനെ നോക്കി. ഞാൻ തന്ന പണത്തിന് പകരമായി എനിക്ക് ശ്രീമിത്രയെ വേണം. 2 ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ വിവാഹം നടക്കണം. തടസ്സം പറയാമെന്ന് ആരും കരുതണ്ട. ഗൗരവത്തോടെ അവൻ പറഞ്ഞത് കേട്ട് മിത്രയും ഗോവിന്ദനും അവനെ ഞെട്ടലോടെ നോക്കി. മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് സമ്മതമല്ല. അവൻ തന്നെ പണത്തിന് പകരമായി വാങ്ങുകയാണെന്ന് പറഞ്ഞതിലുള്ള വിഷമത്തിൽ അവൾ പരിഭവത്തോടെ പറഞ്ഞു. ഒപ്പം ഇപ്പോൾ തങ്ങളോടൊന്നിനും വരാറില്ലെങ്കിലും ചെറിയച്ഛന്മാർ ഇതറിഞ്ഞാൽ ശിവയെ ഉപദ്രവിച്ചാലോ? അവൾക്ക് ഭയം തോന്നി. ശിവ അവളെ നോക്കി പുച്ഛിച്ചു. നിന്റെ സമ്മതം ആർക്ക് വേണം? നിന്നോടുള്ള പഴയ പ്രണയം കൊണ്ടല്ല മിത്രേ ഞാൻ നിന്നെ വിവാഹം കഴിക്കുന്നത്. എനിക്ക് കിട്ടാനുള്ള പണത്തിന് പകരം മാത്രമാണ് നീ. അതുകൊണ്ട് തയ്യാറായിക്കോ ശിവദത്തൻ്റെ പാതിയാകാൻ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു. അവൻ്റെ വാക്കുകൾ നൽകിയ വേദനയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും ഇനി ആർക്കു വേണ്ടിയും ആ മനുഷ്യനെ തന്നിൽ നിന്നും അകറ്റി നിർത്തില്ല എന്നവൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഗോവിന്ദനിൽ പക്ഷേ അവൻ പറഞ്ഞ വാക്കുകൾ വേദന നിറച്ചിരുന്നു. അപ്പോഴും മിത്രയുടെ മുഖത്തെ പുഞ്ചിരി കണ്ട് അയാളൊന്ന് ചിരിച്ചു. 2 ദിവസത്തിന് ശേഷം ശിവദത്തൻ എന്ന പേരുകൊത്തിയ താലി മിത്രയുടെ കഴുത്തിലേക്ക് വീഴുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അച്ഛൻ്റെ നെഞ്ചിൽ വീണ് കരയുന്ന അവളോട് ഗൗരവത്തോടെ സംസാരിക്കുമ്പോഴും അവളെ സ്വന്തമാക്കിയ സന്തോഷമായിരുന്നു ശിവയിൽ. അവളുടെ ശരീരത്തിലുള്ള ആഭരണങ്ങൾ ഈ 2 ദിവസങ്ങൾ കൊണ്ട് ഗോവിന്ദൻ ഓരോരുത്തരോടായി കടം വാങ്ങി ഉണ്ടാക്കിയതാണെന്ന് ശിവയ്ക്ക് അറിയാമായിരുന്നു. അത് അയാൾക്ക് തന്നെ തിരികെ നൽകിക്കൊണ്ട് അവൻ അവളുമായി അവൻ്റെ വീട്ടിലേക്ക് പോയി. ഭദ്ര അവളെ കാത്ത് വീടിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ സംസാരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അന്ന് വിളിച്ചു വെച്ചതിന് ശേഷവും ഭദ്ര അവളെ വിളിക്കാറുണ്ടെങ്കിലും മിത്ര ഒരിക്കൽ പോലും അവളോട് സംസാരിച്ചിരുന്നില്ല. അവളെ നിലവിളക്കെടുത്ത് കയറ്റാൻ ഭദ്രയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ശിവദത്തന് അവൻ്റെ സ്ത്രീയോടുള്ള പരിഭവം അവിടെ തുടങ്ങുകയായിരുന്നു. അവൻ തന്നെയാണ് പറഞ്ഞത് നിലവിളക്കെടുക്കണ്ടെന്ന്. മിത്രയെ കണ്ടപ്പോൾ ഭദ്രയ്ക്ക് സന്തോഷമായെങ്കിലും അവളോടുള്ള പരിഭവം അവൾ ദേഷ്യത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് തീർത്തു. വിവാഹം കഴിഞ്ഞ രാത്രിയിൽ ഷർട്ടിൽ രക്തക്കറയുമായി വന്ന ശിവയെ കണ്ട് മിത്ര കരഞ്ഞെങ്കിലും ഒരു കൊട്ടേഷൻ ഉണ്ടായിരുന്നു കരയേണ്ട എന്ന് അവൻ അവളോട് ദേഷ്യത്തോടെ പറഞ്ഞു. അന്ന് വീട്ടിലേക്ക് തിരികെ വരുന്ന വഴിയിൽ ഗിരീഷിൻ്റെയും ഗോപൻ്റെയും ദിനേശിൻ്റെയും ആളുകൾ ശിവയെ ആക്രമിക്കാൻ നോക്കിയിരുന്നു. അവരെയെല്ലാം തല്ലി ഒതുക്കുന്നതിനിടയിൽ എപ്പോഴോ ചെറുതായി ശരീരത്തിൽ കൊണ്ട പാടായിരുന്നു അത്. അവരിൽ ഒരാളെ കൊണ്ട് തന്നെ അവൻ പറയിപ്പിച്ചു ആ കൊട്ടേഷൻ ഏൽപ്പിച്ച ആളുടെ പേര്. കാത്തിരുന്നോളാൻ പറ അവന്മാരോട്, വരുന്നുണ്ട് ശിവദത്തൻ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവൻ്റെ ബുള്ളറ്റിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു. പഴയ ഓർമ്മകളിൽ നിന്നും തിരികെ വരുമ്പോൾ മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. കണ്ണുകൾ ഒരു കൈയാൽ തുടച്ചു നീക്കിക്കൊണ്ട് തൻ്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തിക്കിടക്കുന്ന ശിവയെ അവൾ പ്രണയത്തോടെ ചേർത്തു പിടിച്ചു. ഐ ലവ് യു ദത്തേട്ടാ. അവളുടെ ചുണ്ടുകൾ പതിയെ മുഴിഞ്ഞു. കണ്ണുകൾ അടഞ്ഞു പോകുമ്പോഴും അവൾ അറിഞ്ഞിരുന്നു തന്നിലേക്ക് കൂടുതൽ അമർന്നു കിടക്കുന്ന അവൻ്റെ ശാന്തമായ നെഞ്ചിടിപ്പ്. തുടരും.